തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവം ഗുരുതരമായ ചികിത്സാ പിഴവുകളിലേക്കും സ്ഥാപനത്തിന്റെ നിലവാരമില്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുന്നു. ചിറമേനയങ്ങാട് സ്വദേശിയായ 41 വയസ്സുള്ള ഇല്യാസ് പുളന്തറക്കലാണ് വ്യാഴാഴ്ച വൈകുന്നേരം ശസ്ത്രക്രിയയ്ക്കിടെ മരണപ്പെട്ടത്. ഈ ദാരുണമായ സംഭവത്തെ തുടർന്ന് ഇല്യാസിന്റെ ബന്ധുക്കളും നാട്ടുകാരും കടുത്ത ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു. മാത്രമല്ല, ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് സംഭവിച്ച പിഴവ് രേഖാമൂലം എഴുതി നൽകേണ്ടി വന്നു എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ഹെർണിയ രോഗ സംബന്ധമായ ശസ്ത്രക്രിയയായി ഇല്യാസിനെ കുന്നംകുളത്തെ ഇട്ടിമാണി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3:30 ശസ്ത്രക്രിയ ആരംഭിച്ചു. എന്നാൽ 5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ രാത്രി 8:30 രോഗി മരിച്ചെന്ന വിവരമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം തള്ളിക്കളഞ്ഞ ബന്ധുക്കളും നാട്ടുകാരും ഇത്രയും ലളിതമായ ഒരു ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചത് ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ച ഒരു ഘടകം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണമാണ്. ആദ്യം വാക്കാൽ തനിക്ക് അബദ്ധം സംഭവിച്ചെന്ന് ഡോക്ടർ ബന്ധുക്കളോട് കുറ്റസമ്മതം നടത്തി. ഈ വെളിപ്പെടുത്തൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സംശയങ്ങൾ ശരിവെക്കുന്നതായിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടർ എഴുതി നൽകുന്ന രേഖ ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിലപാടെടുത്തു. പ്രതിഷേധം ശക്തമായതോടെ കുന്നംകുളം പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർ ശസ്ത്രക്രിയക്കിടെ തന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചതായി രേഖാമൂലം എഴുതി നൽകി. ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഇത്തരത്തിലൊരു കുറ്റസമ്മതം രേഖാമൂലം നൽകുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ്. ഇത് ആശുപത്രി അധികൃതരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രോഗിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇട്ടിമാണി ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും മറ്റ് ചികിത്സാ സൗകര്യങ്ങളുടെയും നിലവാരത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആശുപത്രിയിലെ ശസ്ത്രക്രിയാ മുറിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അതീവ ശോചനീയവും വൃത്തിഹീനവുമായ അവസ്ഥയിലാണെന്ന് വ്യക്തമായി. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി ഉപയോഗിക്കേണ്ട ശസ്ത്രക്രിയാ മുറി ഇത്രയും മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് മെഡിക്കൽ എത്തിക്സുകളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ്. അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ആശുപത്രിയുടെ പ്രവർത്തന ലൈസൻസിനെ കുറിച്ച് പോലും ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇതിനു പുറമെ ഓപ്പറേഷൻ തിയേറ്ററിലെ ചില മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരുന്നു എന്നും ആരോപണമുണ്ട്. ഈ ആരോപണം ശരിയാണെങ്കിൽ ഇത് ചികിത്സാ പിഴവുകൾക്കപ്പുറം രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ക്രിമിനൽ അശ്രദ്ധമായി കണക്കാക്കേണ്ടി വരും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യാം. രേഖാമൂലം കുറ്റസമ്മതം ലഭിച്ചതോടെ ഇല്യാസിന്റെ ബന്ധുക്കൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതർക്കെതിരെയും ചികിത്സ നടത്തിയ ഡോക്ടർക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ആരോഗ്യ വകുപ്പിന്റെയും പോലീസിന്റെയും വിശദമായ അന്വേഷണം ഈ ആശുപത്രിയുടെ നടത്തിപ്പിലെയും ചികിത്സാ രീതികളിലെയും കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.